Dear students, നീറ്റ് എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സിലബസിലെ ബയോളജി സിലബസിലെ ഫസ്റ്റ് ഇയറിന്റെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ആണ് ലിവിംഗ് വേൾഡ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ആ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് MCQസിന്റെ ഡിസ്കഷനാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹൗ മെനി നമ്പർ ഓഫ് സ്പീഷീസ് ആർ നോൺ ടു സയൻസ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷനാണ്. അതായത് 1.7 to 1.8 മില്യൺ സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ്. അതായത് അത്രയും സ്പീഷീസ്, ദാറ്റ് മീൻസ് അത്രയും സ്പീഷീസ് എന്ന് പറയുമ്പോൾ അത്രയും ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ബൈനോമിയൽ സിസ്റ്റം അനുസരിച്ചുള്ള ഒരു കാൽക്കുലേഷനാണ്. എന്നാൽ റോബർട്ട് മേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറയുന്നത് മോർ ദാൻ 7 മില്യൺ സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടെന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് നമുക്ക് എന്താണ് ആൻസർ? 1.7 to 1.8 മില്യൺ സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ്. ഓക്കെ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ ടാക്സോണമിക് ഹയറാർച്ചി കാറ്റ്സ് ആർ പ്ലേസ്ഡ് അണ്ടർ ദി ജീനസ്. ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസും ജനറിക് നെയിംസ് ആണ്. അതായത് ഫെലിസ്, കാനിസ്, പാന്തറ, മസ്ക. ഇതിൽ ആൻസർ ഫെലിസ. ഫെലിസ് ആണ് കാറ്റിന്റെ ജനറിക് നെയിം. കാനിസ് എന്ന് പറയുന്നത് ഡോഗ്, മസ്ക എന്ന് പറയുന്നത് ഹൗസ് ഫ്ലൈയുടെ ജനറിക് നെയിമാണ്. പാന്തറ എന്ന് പറയുമ്പോൾ ലയൺ, ടൈഗർ എന്നിവയുടെ ജനറിക് നെയിമാണ് പാന്തറ. ആൻസർ ഫെലിസ്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ. Who published Systemae Naturae? 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ RH പിതാഗ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത് RH പിതാഗ്. രണ്ടാമത്തെ ഓപ്ഷൻ ഏണസ്റ്റ് മേയർ. അത് നമുക്ക് ഇനി വരുന്നുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ. അടുത്ത് മൂന്നാമത്തെ ഓപ്ഷൻ ലിന്നേയസ്. 4 അരിസ്റ്റോട്ടിലാണ്. ഇതിൽ ആൻസർ ലിന്നേയസ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് കുറെ കോൺട്രിബ്യൂഷൻസ് ബയോളജിയിലുണ്ട്. First, Linnaeus is considered as father of taxonomy എന്നറിയപ്പെടുന്നത് ലിന്നേയസിനെയാണ്. അതുപോലെ തന്നെ സിസ്റ്റമേ നേച്ചർ എന്ന ബുക്ക് പബ്ലിഷ് ചെയ്ത് ലിന്നേയസ് ആണ്. പിന്നെ അതുപോലെ തന്നെയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്ത് ലിന്നേയസ്. അതുപോലെ തന്നെയാണ് ടാക്സോണമിക് ഹയറാർച്ചി ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ലിന്നേയസ്. അപ്പോ ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്നുണ്ട്. ബൈനോമിയൽ നോമൻക്ലേച്ചർ ഒരു നൈമിംഗ് സിസ്റ്റം അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നൈമിംഗ് സിസ്റ്റമാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതുപോലെ ടാക്സോണമിക് ഹയറാർച്ചി ഈ സ്പീഷീസ് തൊട്ട് കിങ്ഡം വരെയുള്ള ഒരു 7 കാറ്റഗറീസ് വരുന്ന ഒരു സിസ്റ്റമാണ് ടാക്സോണമിക് ഹയറാർച്ചി. അതുപോലെ തന്നെ പ്ലാന്റ്സിനെ ഈ നമ്പർ ഓഫ് സ്റ്റേമിൽസിന്റെ ബേസിലും ലിന്നേയസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് അറിയപ്പെടുന്നത് സെക്ഷുവൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നാണ്. പിന്നെ അരിസ്റ്റോട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഫൗണ്ടർ ഓഫ് ബയോളജി എന്നാണ്. ഫൗണ്ടർ ഓഫ് ബയോളജി. ഒപ്പം ഫാദർ ഓഫ് സുവോളജി എന്നും പറയും. ഫൗണ്ടർ ഓഫ് ബയോളജി എന്നും ഫാദർ ഓഫ് സുവോളജി എന്നും അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ലിന്നേയസ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഐഡന്റിഫൈ ദി ഓഡ് വൺ. 4 ഓപ്ഷൻസ് ഉണ്ട്. കാർണിവോറ, ലെപ്പിറ, പ്രിമേറ്റ, ആർത്രോപോഡ. അതിൽ ആർത്രോപോഡ ഒഴിച്ച് ബാക്കി 3 എണ്ണവും ഈ ടാക്സോണമിക് ഹയറാർച്ചിയില് ഓർഡർ എന്ന കാറ്റഗറി വരുന്നതാണ് ആ 3 എണ്ണം. ആർത്രോപോഡ മാത്രമാണ് ഫൈലം എന്ന കാറ്റഗറി. അപ്പോ ആർത്രോപോഡ എന്ന വേർഡിന്റെ മീനിങ് ആർത്രോ എന്ന് പറഞ്ഞാൽ ജോയിന്റ് എന്നാണ്, പോഡ എന്ന് പറയുമ്പോൾ അപ്പൻഡേജസ് എന്നാണ്. അപ്പോൾ ജോയിന്റ് അപ്പൻഡേജസ് ഉള്ള ആനിമൽസിന്റെ ഫൈലമാണ് ആർത്രോപോഡ.
അപ്പൊ അതൊരു ഫൈനം ലെവലാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഓഡ് 1 എന്ന് പറയുന്നത് ആർത്രോപോഡ വരുന്നത്. ബാക്കി 3 എന്താണ് ഓർഡർ ലെവലിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു എമംഗ് ദി ഫോളോയിങ് ഈസ് നോൺ ആസ് ഡാർവിൻ ഓഫ് ദി 20th century? ഓപ്ഷൻസ് R.H. വിതാക, ഏർണസ്റ്റ് മെയർ, T.H. മോർഗൻ, കാൾ ഓസ്. ഇതിൽ ആൻസർ തന്നെ ആദ്യം പറയാം, ഏർണസ്റ്റ് മെയർ. അതായത് 19th സെഞ്ചുറിയിൽ ഡാർവിൻ എന്തൊക്കെയാണോ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതെല്ലാം തന്നെ 20th സെഞ്ചുറിയിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത സയന്റിസ്റ്റ് ആണ് ഏർണസ്റ്റ് മെയർ. അതായത് എവല്യൂഷനെ ഇന്നത്തെ രീതിയിൽ ഷെയ്പ്പൻ ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വൈറ്റ് റോള് ഏർണസ്റ്റ് മെയർ വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡാർവിൻ ഓഫ് ദി 20th സെഞ്ചുറി എന്ന് പറയുന്നത്. അപ്പോ ഡാർവിൻ എന്താണോ 19th സെഞ്ചുറി ചെയ്തത് അത് തന്നെ വളരെ ഭംഗിയായിട്ട്, കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഏർണസ്റ്റ് മെയർ 20th സെഞ്ചുറി ചെയ്തു. പിന്നെ മറ്റു ഓപ്ഷൻസ് R.H. വിതാകർ അറിയാം, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത്. T.H. മോർഗൻ, ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ജനറ്റിക്സ് എന്നാണ് T.H. മോർഗനെ കുറിച്ച് പറയുന്നത്. ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ജനറ്റിക്സ്. അതായത് അതിനൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് വേരിയേഷൻ ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിച്ചതും അത് എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്തതും T.H. മോർഗനാണ്. പിന്നെ കാൾ ഓസിന്റെ കോൺട്രിബ്യൂഷൻ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 3 ഡൊമൈൻ ഓഫ് ലൈഫ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് കാൾ ഓസ് 1990-ലാണ്. പക്ഷെ നമ്മളിപ്പോഴും CBSE ക്ലാസ്സുകളിൽ ഫോളോ ചെയ്യുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇതാണ് ഇതിനകത്തുള്ള ഓരോ സയന്റിസ്റ്റുകളുടെയും കോൺട്രിബ്യൂഷൻ. അപ്പൊ ആൻസർ ഏർണസ്റ്റ് മെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. 4 ഓപ്ഷൻസിൽ ആൻസർ സ്പീഷീസ് ആണ്. ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ അതായത് ലിന്നേഴ്സ് പ്രപ്പോസ് ചെയ്ത ടാക്സോണമിക് ഹൈറാർച്ചിയിൽ 7 കാറ്റഗറീസ് വരുന്നുണ്ട്. ആ 7 കാറ്റഗറീസ് ഏറ്റവും ബേസിൽ വരുന്ന ടാക്സ് ആണ് സ്പീഷീസ്. ഏറ്റവും ഹൈയസ്റ്റ് എന്ന് പറയുന്നത് കിങ്ഡമാണ്. അപ്പോൾ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ടാക്സിനെ കുറിച്ച് പറയുമെങ്കിൽ ബേസിക് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് സ്പീഷീസിനെയാണ്. ഈ സ്പീഷീസിനും താഴെയാണ് ഈ വെറൈറ്റി സബ് സ്പീഷീസും വരുന്നത്. അത് ട്രൈനോമൽ സിസ്റ്റം അനുസരിച്ചാണ് വരുന്നത്. പക്ഷെ ലിന്നേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇന്ന് യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് സ്പീഷീസിനെയാണ് ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, from the given options identify the correct representation of the biological name of man. അപ്പൊ നേരത്തെ പറഞ്ഞു ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്തത് ലിന്നേഴ്സ് ആണ്. ആ സിസ്റ്റത്തിന്റെ പ്രത്യേകത യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നെയിമിംഗ് പ്രോസസ്സാണ്. ആ ഓരോ പേരിനെയും നമ്മൾ ബയോളജിക്കൽ നെയിം അല്ലെങ്കിൽ സയന്റിഫിക് നെയിം എന്ന് പറയും. അതിനകത്ത് 2 വേർഡ്സ് കാണാം. ഫസ്റ്റ് ജീനസും സെക്കൻഡ് സ്പീഷീസ്. അതനുസരിച്ച് ഹ്യൂമൻ ബീയിങ്സിന്റെ പേര് ഹോമോ സാപ്പിയൻസ് എന്നാണ്. ഹോമോ സാപ്പിയൻസ്. അതിൽ ഫസ്റ്റ് വേർഡ് എപ്പോഴും എന്താണ് ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് വേർഡ് സ്മോൾ ലെറ്ററിൽ തന്നെയാണ്. അതുപോലെ അത് പ്രിന്റഡ് മാറ്ററിലാണെങ്കിൽ ഇറ്റാലിക്സ് ആയിരിക്കണം. അപ്പോ ജനറിക് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ, സ്പീഷീസ് നോർമൽ ലെറ്റർ തന്നെയാണ്, സ്മോൾ ലെറ്റർ. ഇത് പ്രിന്റഡ് മാറ്ററിലാണെങ്കിൽ ഇറ്റാലിക്സ് ആയിരിക്കും. അതേസമയം ഹാൻഡ് ലെറ്റർ ആണെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യും. അപ്പൊ ഈ സിസ്റ്റം വെച്ചിട്ട്, ഈ റൂൾ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ പേര് നോക്കാം. സയന്റിഫിക് നെയിം ഹോമോ സാപ്പിയൻസ് എന്നാണ്. അപ്പൊ ഇതില് ആൻസർ വരുന്നത് ഈ സി ഓപ്ഷൻ ആണ്, ഹോമോ സാപ്പിയൻസ്. അത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഇറ്റാലിക്സിലാണ്. ഹോമോയുടെ H ക്യാപിറ്റൽ ആണ്, S സ്മോൾ ലെറ്റർ ആണ്. 7 ഓപ്ഷൻ ആണെങ്കിൽ എല്ലാം സ്ട്രെയിറ്റ് ലെറ്റേഴ്സ്. ഇവിടെ ജനറിക് നെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സ്മോൾ ലെറ്റർ ആണ്. ഇവിടെയാണെങ്കിൽ സാപ്പിയൻസ് ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പൊ ആൻസർ ഹോമോ സാപ്പിയൻസ്. അപ്പൊ അതിന്റെ മീനിങ് വൈസ് മാൻ എന്നുള്ളതാണ്. വൈസ് മാൻ, ഹോമോ സാപ്പിയൻസ്. ഈ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലിന്നേഴ്സ് ആണ്, ഹോമോ സാപ്പിയൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
മാർക്ക് ദി ഓഡ് വൺ ഫ്രം ദി ഫോളോയിങ്. എല്ലാം ഓരോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർക്ക് ദി ഓഡ് വൺ ഫ്രം ദി ഫോളോയിങ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 ഓരോരോ ഓർഗാനിസംസ് ആണ്. അപ്പൊ ഇതില് ആൻസർ വരുന്നത് ഡോഗാണ്. അതായത് ഇത് വരുന്ന ഫാമിലി കാനഡയാണ്. കാനഡ. ബാക്കി ലയൺ, കാറ്റ്, ലെപ്പേർഡ്. ഇത് വരുന്ന ക്ലാസ് ഫാമിലി ഫെലിഡയാണ്. അപ്പോ ഈ 4 ഓപ്ഷൻസിൽ ഡോഗ് വരുന്നത് കാനഡയും ബാക്കി 3 വരുന്നത് ഫെലിഡ. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി മിസ്മാച്ച്ഡ് പെയർ. ലിന്നേയസ്. നമുക്കറിയാം ബൈനോമിയൽ നോമെൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലിന്നേയസ് ആണ്. സെക്കൻഡ്, സിസ്റ്റമാറ്റിക്സ്. അറിയാം, ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസംസ്. അടുത്ത് ബയോഡൈവേഴ്സിറ്റി എടുക്കാം. സി ഓപ്ഷൻ കറക്റ്റ്. ബയോഡൈവേഴ്സിറ്റി, ടോട്ടൽ നമ്പർ ഓഫ് ഓർഗാനിസംസ് പ്രസന്റ് ഓൺ എർത്ത്. നമ്മുടെ ജൈവ വൈവിധ്യം എന്നൊക്കെ പറയുന്നതാണ് ബയോഡൈവേഴ്സിറ്റി. എർത്തിൽ എന്തുമാത്രം ഓർഗാനിസംസ് ഉണ്ടാവും, അതായത് സ്പീഷീസ് ഇൻറ്റു അതിൽ ഓരോന്നിനും വരുന്ന നമ്പർ, അതാണ് ബയോഡൈവേഴ്സിറ്റി. അപ്പൊ ഈ 3 ഓപ്ഷൻസും കറക്റ്റാണ്. അതേസമയം അരിസ്റ്റോട്ടിൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ടാക്സോണമിക് ഹയറാർച്ചി പ്രപ്പോസ് ചെയ്തത് ലിന്നേയസ് ആണ്. അപ്പൊ ഇതാണ് ആൻസർ. മിസ്മാച്ച്ഡ് പെയർ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. അപ്പൊ അരിസ്റ്റോട്ടിന്റെ കോൺട്രിബ്യൂഷൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, ഫൗണ്ടർ ഓഫ് ബയോളജി ആണ്, ഫാദർ ഓഫ് സുവോളജി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാക്സോണമിക് യൂണിറ്റ് ഇക്വാലന്റ് ടു ഫൈലം. അപ്പോ ലിന്നേയസിന്റെ ടാക്സോണമിക് ഹയറാർച്ചി എന്ന സിസ്റ്റത്തിൽ 7 കാറ്റഗറീസ് ഉണ്ട്. ആ 7 കാറ്റഗറീസ് എന്ന് പറയുന്നത് സ്പീഷീസ് ഉണ്ട്, ജീനസ് വരുന്നുണ്ട്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. ഇങ്ങനെ 7 ലെവൽസ് ആണ്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ, കിങ്ഡം. ഇതാണ് 7 കാറ്റഗറീസ് എന്ന് പറയുന്നത്. അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈലത്തിന് ഇക്വലന്റ് ആയ ടാക്സോണമിക് യൂണിറ്റ് എന്താണ്. അതായത് ഫൈലം നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് ആനിമൽസിന് വേണ്ടിയിട്ടും, അല്ലെ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോഴും ഡിവിഷൻ പറയുന്നത് പ്ലാന്റ്സിന്റെ കേസ്. അപ്പോ ഡിവിഷൻ ഫോർ പ്ലാന്റ്സ്, ഫൈലം ഫോർ ആനിമൽസ്. ഓർ ആൻസർ ഡിവിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many of the following belong to the family Solanaceae? Solanaceae എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് പെറ്റൂണിയ, ഡെറ്റൂറ, പൊട്ടറ്റോ, ബ്രിഞ്ചം. ആൻസർ, ഈ 4 പ്ലാന്റ്സും സോളനേസിയയിൽ വരുന്നതാണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി. Next question, number of obligate categories which are always used in taxonomic hierarchy. ആ ടാക്സോണമിക് ഹയറാർച്ചി, ലിന്നേയസിന്റെ ടാക്സോണമിക് ഹയറാർച്ചിയിൽ ഉപയോഗിക്കുന്ന എത്ര കാറ്റഗറീസ് ഉണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് ഓൾറെഡി പറഞ്ഞതാണ് 7 കാറ്റഗറീസ്. ആ 7 കാറ്റഗറീസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഏതൊക്കെയാണ്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഡിവിഷൻ അല്ലെങ്കിൽ ഫൈലം, കിങ്ഡം. അങ്ങനെ 7 കാറ്റഗറീസ് ആണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, match the following entities of column 1 with column 2 and choose the correct option. അപ്പൊ കോളം 1ൽ കൊടുത്തിരിക്കുന്നത് വീറ്റ്, മാംഗോ, ഹൗസ് ഫ്ലൈ, മാൻ. ഇതിന്റെ എല്ലാം ഓർഡറാണ് കോളം 2ൽ കൊടുത്തിരിക്കുന്നത്. പ്രിമേറ്റ, ഡിപ്റ്ററ, സാപ്പിൻഡേറ്റ്സ്, ഓയിൽസ്. അപ്പൊ നമുക്ക് നോക്കാം. വീറ്റ് വരുന്നത് എവിടെയാണ്? ഓയേഴ്സിനകത്ത് വരുന്നത്. വീറ്റ് വരുന്നത് ഓയേഴ്സ്. മാംഗോ, സാപ്പിൻഡേറ്റ്സ്. ഹൗസ് ഫ്ലൈ, ഡിപ്റ്ററ. മാൻ, പ്രിമേറ്റ. ആൻസർ 2. Next question, scientific name of brinjal. Scientific name of brinjal. വഴുതലങ്ങ. അതിന്റെ സയന്റിഫിക് നെയിം സൊളാന മെലൻചിന. സൊളാന മെലൻചിന. ഫസ്റ്റ് ഓപ്ഷൻ
സൊളാനം ട്യൂബറോസ്, അത് പൊട്ടറ്റോ. സൊളാനം ട്യൂബറോസം പൊട്ടറ്റോയുടെ സയന്റിഫിക് നെയിമാണ്. സൊളാനം നൈഗ്രം, അത് മക്കോ എന്ന് പറയുന്ന, നമ്മുടെ മലയാളത്തിൽ മഞ്ഞ തക്കാളി എന്ന് പറയും, ആ മഞ്ഞ തക്കാളിയുടെ സയന്റിഫിക് നെയിമാണ് സൊളാനം നൈഗ്രം. തക്കാളിയുടെ സയന്റിഫിക് നെയിമാണ് സൊളാനം ലൈക്കോപെർസിക്ക. ഓക്കെ, അപ്പൊ ആൻസർ സൊളാനം മെലൻജിയ. Next question, which of the following is not coming under the order Primata? ഈ 4 ഓപ്ഷൻസിൽ പ്രിമേറ്റ എന്ന ഓർഡറിൽ വരാത്ത ഓർഗാനിസം, അത് ആൻസർ ടൈഗർ, മങ്കി, ഗൊറില്ല, ഗിബൺ, ഇതെല്ലാം തന്നെ പ്രിമേറ്റയിലാണ് വരുന്നത്. ടൈഗർ വരുന്ന ഓർഡർ കാർണിവോർ, കാർണിവോറയിലാണ് ടൈഗർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി ഓർഡർ. 4 ഓപ്ഷൻസും 4 സ്പോർസിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അസ്കോസ്പോസ്, സോസ്പോർ, ബെസിഡിയോസ്പോർ, ഊസ്പോർ. അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ ഒന്നിനെ ഐഡന്റിഫൈ ചെയ്യാം. നോക്കുമ്പോൾ ഇത് അസ്കോസ്പോർ, ബെസിഡിയോസ്പോർ, ഊസ്പോർ, അത് 3 സെക്ഷൽ സ്പോർസ് ആണ്. സൂസ്പോർ എസെക്ഷൽ സ്പോർസ് ആണ്. അങ്ങനെയാണ് ഈ 3ൽ നിന്ന് അത് ഡിഫറെന്റ് ആകുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ സോസ്പോർ, അത് മോർട്ടയിൽ എസെക്ഷൽ സ്പോർ, മോർട്ടയിൽ എസെക്ഷൽ സ്പോർ ആണ് സോസ്പോർ. ബാക്കി 3 സെക്ഷൽ. അസ്കോമൈസീസിലാണ് അസ്കോസ്പോർ, ബെസിഡിയോമൈസീസിൽ ഇത് വരും ബെസിഡിയോസ്പോസ്, കോമൺ ആയിട്ട് ഓസ്പോർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻടു ഹെർബ്സ്, shrubs and trees based on their morphology? പ്ലാന്റ്സിനെ ഹെർബ്സ്, ഷബ്സ്, ട്രീസ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തത് അത് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം ആനിമൽസിനെ ഇതുപോലെ ക്ലാസിഫൈ ചെയ്ത് ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ബ്ലഡ്, എനൈമ ആൻഡ് അനൈമ. അത് 2 ഫോംസ് ആണ്, എനൈമ ആൻഡ് അനൈമ. അതായത് റെഡ് ബ്ലഡ് ഉള്ളത്, റെഡ് ബ്ലഡ് ഇല്ലാത്തത്. എനൈമ organisms having red blood. Anemia means organisms lack red blood. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ അതാരാണ് അരിസ്റ്റോട്ടിൽ നടത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോനിയോലാക്സ് belongs to chrysophytes, euglenoids, dinoflagellates, protozoans. അപ്പോ ഗോനിയോലാക്സ് വരുന്ന ഗ്രൂപ്പ് ഡൈനോഫ്ലജെല്ലേറ്റ്സ്. ആൻസർ ഡൈനോഫ്ലജെല്ലേറ്റ്സ് ആണ്. അപ്പോ ഡൈനോഫ്ലജെല്ലേറ്റ്സ് എന്ന് പറയുന്ന പേര് വരാൻ കാരണം അതിന്റെ പൊസിഷൻ ആൻഡ് അപ്പിയറൻസ് ഓഫ് ഫ്ലജെല്ലയാണ്. ആ ഫ്ലജെല്ല 2 ഫ്ലജെല്ല ഉണ്ട്. അപ്പൊ 2 ഫ്ലജെല്ല ഉള്ളത് കൊണ്ടാണ് ഡൈനോ എന്ന് വന്നിരിക്കുന്നത്. ആ ഫ്ലജെല്ലയുടെ പൊസിഷൻ ഒന്ന് ഇങ്ങനെ ട്രാൻസ്വേഴ്സും മറ്റൊന്ന് ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡലുമാണ്. അങ്ങനെയാണ് ആ പേര് വരാൻ കാരണം. ഡൈനോ ഫ്ലജെല്ലേറ്റ്സ് ഹാവിംഗ് 2 flagella, one is transverse and the other is longitudinal. Longitudinal flagellum is used for locomotion. അപ്പൊ ഗോനിയോലാക്സ് വരുന്നത് ഡൈനോഫ്ലജെല്ലേറ്റ്സിലാണ്. ഗോനിയോലാക്സ് is responsible for reptile. Goniolax is responsible for reptile. Okay. Next, who defined viruses as contagium vivum fluida? Options: Ivanovsky, Stanley, Bajeric, Louis Pasteur. Answer: M.W. Bajeric. അത് 1898 അദ്ദേഹം ഈ ഡെഫിനിഷൻ കൊടുത്തത്. അപ്പൊ കണ്ടേജിയം വൈവം ഫ്ലൂയിഡ് മീൻസ് ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്നാണ്. ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്നാണ് ഇതിന്റെ മെയിൻ. ഇവാനോസ്കിയാണ് വൈറസിനെ കണ്ടുപിടിച്ചത്. അത് 1892 ഇവാനോസ്കി recognized viruses for the first time. Then W.M. Stanley 1935 വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്യും. അപ്പോൾ വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്ത് W. സ്റ്റാൻലി, കണ്ടുപിടിച്ചത് ഇവാനോസ്കി, ആ ഡെഫിനിഷൻ കൊടുത്തത് ബേജർ. പിന്നെ ലൂയി പാസ്റ്റർ. ലൂയി പാസ്റ്ററിന്റെ കോൺട്രിബ്യൂഷൻസ് ഒത്തിരി ഉണ്ട്. ഫാദർ ഓഫ് മൈക്രോബയോളജി എന്നും അല്ലെ, പാസ്റ്ററൈസേഷൻ പറഞ്ഞ പ്രോസസ്സും ഇതെല്ലാം അവരുടെ കോൺട്രിബ്യൂഷൻ ആണ്. ലൂയി പാസ്റ്ററിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Which of the following is a parasitic fungus on mustard plant? ഇതെല്ലാം തന്നെ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന എല്ലാം പഞ്ചയാണ്, ഇതെല്ലാം പാരസിറ്റിക് ഫോംസ് ആണ്. അതിൽ മസ്റ്റാർഡ് പ്ലാന്റിൽ പാരസൈറ്റ് ആയിട്ട് കാണുന്നത് അൽബുഗോ. ഇത് ഫൈക്കോമൈസീറ്റിലെ ഒരു മെമ്പറാണ്. ഇതിനെ കോമൺലി അറിയപ്പെടുന്നത് വൈറ്റ് റസ്റ്റ് ഫംഗസ് എന്നാണ്. വൈറ്റ് റസ്റ്റ് ഫംഗസ് അത് ഫൈക്കോമൈസീറ്റിലെ ഒരു മെമ്പറാണ്. അതേസമയം പക്സീനിയ അറിയപ്പെടുന്നത് റസ്റ്റ് ഫംഗസ് എന്നാണ്. റസ്റ്റ് അസ്റ്റിലാഗോ അറിയപ്പെടുന്നത് സ്മട്ട് ഫംഗസ് എന്നാണ്. സ്മട്ട് ഫംഗസ്. അപ്പൊ ഇത് രണ്ടും വരുന്നത് ബസിഡിയോമൈസീറ്റ്സിലാണ്. പക്സീനിയ, അസ്റ്റിലാഗോ. ക്ലാങ്ക്സെപ്സ് വരുന്നത് അസ്കോമൈസീറ്റിലാണ്. അത് പാരസിറ്റിക് ആണ്. അപ്പൊ ആൻസർ അൽബുഗോ. അത് അറിയപ്പെടുന്ന വൈറ്റ് റസ്റ്റ് ഫംഗസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാപ്സോമിയേഴ്സ് ആർ ഫൗണ്ട്. അതായത് വൈറസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അതിന് സെല്ലില്ല, നോൺ സെല്ലുലാർ. വൈറസസ് ആർ നോൺ സെല്ലുലാർ. ഒബ്ലിഗേറ്റ് ഇൻട്രാ സെല്ലുലാർ പാരസൈറ്റ്സ് ആണ് വൈറസസ്. അപ്പൊ അതുപോലെ തന്നെ വൈറസിനെ കെമിക്കലി അറിയപ്പെടുന്നത് ന്യൂക്ലിയോ പ്രോട്ടീൻസ് എന്നാണ്. സെല്ലില്ല, അത് കാണുന്നത് സിംഗിൾ ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ് which may be either DNA or RNA but never both, surrounded by a protein code. ആ പ്രോട്ടീൻ കോഡിന് പറയുന്ന പേരാണ് ക്യാപ്സിഡ്. പ്രോട്ടീൻ കോഡിന് പറയുന്ന പേരാണ് ക്യാപ്സിഡ്. അതിന്റെ യൂണിറ്റ്സിന് പറയുന്ന പേരാണ് കാപ്സോമിയേഴ്സ്. അപ്പൊ കാപ്സോമിയേഴ്സ് എന്ന് പറയുമ്പോൾ യൂണിറ്റ്സ് ഓഫ് ക്യാപ്സിഡ്. ക്യാപ്സിഡ് മീൻസ് പ്രോട്ടീൻ കോഡ് ഓഫ് വൈറസ്. അപ്പൊ ഇതിനകത്ത് ആൻസർ വരുമ്പോൾ ബാക്ടീരിയോഫേജ്, പൈറോയിഡ്സ്, ബാക്ടീരിയ, പ്രൊട്ടിസ്റ്റ. എന്തായാലും പ്രൊട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ യൂണിസെല്ലാർ യൂക്കാരിയോട്സ് ആണ്. അപ്പോൾ അതിനകത്ത് വരുന്നില്ല. ബാക്ടീരിയ അത് യൂണിസെല്ലാർ പ്രോകാരിയോട്ടിക് ഫോമാണ്, അതിലും വരില്ല. അപ്പൊ പിന്നെ വൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറോയ്ഡ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇൻഫെക്ഷ്യസ് RNA പാർട്ടിക്കിൾ ആണ്. അതായത് പ്രോട്ടീൻ കോട്ടില്ല, ഇൻഫെക്ഷ്യസ് RNA പാർട്ടിക്കിൾസ് ആണ് വൈറോയിഡ്സ്. അപ്പൊ ബാക്ടീരിയോഫേജ് എന്ന് പറയുമ്പോൾ ഫേജ് മീൻസ് വൈറസ് എന്നാണ്. അപ്പൊ ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിനെയാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാപ്സോമിയേഴ്സ് കാണുന്നത് ബാക്ടീരിയോഫേജ്, ദാറ്റ് മീൻസ് വൈറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രൈറ്റീരിയ വിച്ച് വാസ് നോട്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഇൻ ഫൈക്കിൻഡം ക്ലാസിഫിക്കേഷൻ. അപ്പോ ഫൈക്കിൻഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യുന്നത് RH പിതാഗറാണ്. നമ്മൾ ഈ ഡിസ്കഷനിൽ തന്നെ പലയിടത്തും പറഞ്ഞായിരുന്നു. അത് 1969 1969 RH പിതാഗറാണ് ഫൈക്കിൻഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ ടാക്സോണമിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം ഒരു പ്രധാനമായിട്ട് 5 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, ഫൈലോജനി. ഈ 5 ക്രൈറ്റീരിയ, സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, ഫൈലോജനി, ഈ 5 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് RH പിതാഗർ 1969 ഫൈക്കിൻഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തു. അപ്പൊ ഇതിനകത്ത് വരാത്തത് മോഡ് ഓഫ് റെസ്പിറേഷൻ. നെക്സ്റ്റ്, ഈസ്റ്റ് ബിലോങ്സ് ടു. അപ്പോ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഓർഗാനിസം അല്ല, അത് മീൻസ് ഒരു സ്പീഷീസ് അല്ല, അല്ലെങ്കിൽ ഒരു ജീനസ് അല്ല. ഇതൊരു ഗ്രൂപ്പിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് യൂണിസെല്ലുലാർ അസ്കോമൈസീസിനെയാണ് നമ്മൾ സാധാരണ ഈസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട മെമ്പറാണ് സക്കാരോമൈസീസ് സെർവീസിയെ. അതായത് ബേക്കേഴ്സ് ഈസ്റ്റ് അല്ലെങ്കിൽ ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നൊക്കെ പറയുന്ന സക്കാരോമൈസീസ് സെർവീസിയെ ഇതിന്റെ എക്സാമ്പിൾ. അപ്പോൾ ഇതിന്റെ ആൻസർ അസ്കോമൈസീസ്. ഈസ്റ്റ് വരുന്നത് അസ്കോമൈസീസിനകത്താണ്, അതായത് യൂണിസെല്ലുലാർ അസ്കോമൈസീസ്, അതാണ് ഈസ്റ്റ്. Next question, heterocysts are found in the filaments of. അപ്പോൾ എന്താണ് ഹെട്രോസിസ്റ്റ്? ഹെട്രോസിസ്റ്റ് മീൻസ് നൈട്രജൻ ഫിക്സിംഗ് സെൽസ്.
ബ്ലൂ ഗ്രീൻ ആൽഗയിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് നൈട്രജൻ ഫിക്സിംഗ് സെൽസിനെയാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. അത് കാണുന്ന പ്രധാനമായിട്ട് നോസ്റ്റോക്കും ആനാബീന എന്ന് പറയുന്ന രണ്ട് ബ്ലൂ ഗ്രീൻ ആൽഗയിലാണ് ഹെട്രോസിസ്റ്റ് കാണുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നോസ്റ്റോക്ക് ആണ്. റൈസോബിയം നൈട്രജൻ ഫിക്സിംഗ് ആണ്. റൈസോബിയം അത് യൂണിസെല്ലാർ ആണ്, റോഡ് ഷേപ്ഡ് ആണ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. പക്ഷെ അത് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് സിംബയോട്ടിക് ഫോമിലാണ്. ദാറ്റ് മീൻസ് ഇൻ ദ റൂട്ട് നോഡ്യൂൾസ് ഓഫ് ലെഗ്യൂമിനസ് പ്ലാന്റ്സ്. അപ്പോ ഇതിന്റെ ആൻസർ ഹെട്രോസിസ്റ്റ് കാണുന്നത് നോസ്റ്റോക്ക് ഒപ്പം ആനാബീന. ദെൻ ഓസിലറ്റോറിയ. ഓസിലറ്റോറിയ ബ്ലൂ ഗ്രീൻ ആൽഗയുടെ ഒരു മെമ്പർ ആണ്. പക്ഷെ അതിന് നൈട്രജൻ ഫിക്സേഷൻ ഉള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോ ഓപ്ഷൻസ് നോസ്റ്റോക്ക് ആണ് ആൻസർ, റൈസോക്ക് നൈട്രജൻ ഫിക്സ് എന്ന് പറഞ്ഞു, പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓസിലറ്റോറിയ. അത് പ്രധാനമായിട്ടും ഒരു ബയോ ഫെർട്ടിലൈസർ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓർഗാനിസംസ് ഫൗണ്ട് ഇൻ ദ റൂമൻ ഓഫ് കാറ്റ് ആൻഡ് ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ഓഫ് സെല്ലുലോസ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കാലോഫൈറ്റ്സ്, മെത്തനോജൻസ്, യു ബാക്ടീരിയ, സയനോ ബാക്ടീരിയ. അപ്പോ ഈ റൂമൻ എന്ന് പറയുമ്പോൾ കാറ്റിലെ ഫസ്റ്റ് സ്റ്റൊമക്കിനെയാണ് റൂമൻ എന്ന് പറയുന്നത്. അയവെട്ടുന്ന മൃഗങ്ങൾ അതിൽ കാണുന്ന ഫസ്റ്റ് സ്റ്റൊമക്കാണ് റൂമൻ. അപ്പൊ അവിടെ എന്ത് കാണുന്നുണ്ട്? മെത്തനോജൻസ് കാണുന്നു. മെത്തനോജൻസ് സൈനോർബിക് ഫോം ആണ്. അപ്പോൾ റൂമനിൽ കാണുന്നുണ്ട്. അവിടെ സെല്ലുലോസിന്റെ ഡൈജഷനെ സഹായിക്കുന്നുണ്ട്. കാലോഫൈറ്റ്സ് ആർക്കിബാക്ടീരിയയിൽ വരുന്നതാണ്. യു ബാക്ടീരിയ ട്രോ ബാക്ടീരിയ ആണ്. സൈനോ ബാക്ടീരിയ ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. ഇതെല്ലാം തന്നെ മൊണീറയിലെ മെമ്പേഴ്സ് ആണ്. മെത്തനോജൻസ്, കാലോഫൈറ്റ്സ്, തെർമോ ആസിഡോഫൈറ്റ്സ് ഈ 3 ഗ്രൂപ്പ് കൂടെ ചേരുന്നതാണ് ആർക്കി ബാക്ടീരിയ. അപ്പോ മൊണീറ എന്ന് പറയുന്ന കിങ്ഡത്തിനകത്ത് വരുന്ന ഫോംസ് ആണ്. ഒന്ന് ആർക്കി ബാക്ടീരിയ, സെക്കൻഡ് യു ബാക്ടീരിയ, ദെൻ സയാനോ ബാക്ടീരിയ, പിന്നെ സെൽ വാൾ ഇല്ലാത്ത ഫോമാണ് മൈക്കോപ്ലാസ്മ. അതില് ആർക്കി ബാക്ടീരിയ 3 ഫോംസിൽ ഒന്നാണ് മെത്തനോജൻസ്. അത് അനറബിക് ഫോംസ് ആണ്. അതാണ് സെല്ലുലോസിന്റെ ഡൈജഷന് സഹായിക്കുന്നത്. ബയോഗ്യാസ് പ്ലാന്റിലൊക്കെ ഉപയോഗിക്കുന്നത് മെത്തനോജൻസ് ആണ്. അത് റൂമനിൽ സെല്ലുലോസിന്റെ ഡൈജഷന് സഹായിക്കുന്നു. ഇൻ വിച്ച് ഇയർ RH വിതാകർ പ്രപ്പോസ് ഫൈക്കിന്റെ ക്ലാസിഫിക്കേഷൻ? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് 1960. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി ഓൾഡ് വൺ. 4 ഡിസീസ് ആണ് കൊടുത്തിരിക്കുന്നത്. എയ്ഡ്സ്, മംസ്, ഹെർപ്സ്, ടെറ്റനസ്. ഇതിൽ ആൻസർ ടെറ്റനസ് ആണ്. ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ടെറ്റനസ് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. അത് ക്ലോസ്ട്രിഡിയം ടെറ്റനൈ എന്ന് പറയുന്ന ബാക്ടീരിയമാണ് ടെറ്റനസ് കോസ് ചെയ്യുന്നത്. ബാക്കി എല്ലാം തന്നെ വൈറൽ ഡിസീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദിസ് മിസ് മാച്ച്ഡ് പെയർ. നമുക്കറിയാം പഞ്ചയിൽ 4 ക്ലാസ്സുകളാണുള്ളത്. ഫൈക്കോമൈസിസ്, അസ്കോമൈസിസ്, ബെസിഡിയോമൈസിസ് ആൻഡ് ഡ്യൂട്രോമൈസിസ്. 4 ക്ലാസ്സുകൾ. ഈ 4 ക്ലാസ്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് മിസ് മാച്ച്ഡ് പെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. മ്യൂക്കർ അത് ഫൈക്കോമൈസിൽ വരുന്നതാണ്. റൈസോപ്ലസ്, മ്യൂക്കർ, അൽബുഗോ ഇതെല്ലാം തന്നെ ഫൈക്കോമൈസിറ്റിൽ വരുന്നതാണ്. അതുപോലെ അസ്കോമൈസിറ്റിലാണ് ന്യൂറോസ്പോറ, ക്ലാഡിസെപ്സ്, പെനിസിലിയം, ഈസ്റ്റ് ഇതെല്ലാം അസ്കോമൈസിസിനകത്ത് വരുന്നതാണ്. ബെസിഡിയോമൈസിറ്റിനകത്ത് വരുന്നത് അസ്റ്റിലാഗോ, പക്സീനിയ, പിന്നെ നമുക്കെല്ലാം അറിയാവുന്ന മഷ്റൂം അതായത് അഗാരിഗ്രസ് ഇതെല്ലാമാണ് ബെസിഡിയോമൈസിറ്റിൽ വരുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആൾട്ടർനേറിയ ഡ്യൂട്ടറോമൈസിറ്റിലാണ് വരുന്നത്. അപ്പോ ട്രൈക്കോഡർമ, ആൾട്ടർനേറിയ, കോളിക്കോട്രിക്കം എന്ന് പറയുന്നതെല്ലാം ഡ്യൂട്ടറോമൈസിറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇതിലെ ആൻസർ മിസ്മാച്ച്ഡ് പെയർ എന്ന് പറയുന്നത് സി ഓപ്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗുഡ് പൊള്യൂഷൻ ഇൻഡിക്കേറ്റർ? പൊള്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇത് ഏതാണ്? പ്രയോൺസ്, ബ്ലൂ ഗ്രീൻ ആൽഗെ, ലൈക്കൻസ്, വൈറോയിഡ്സ്. ഇതിന്റെ ആൻസർ ലൈക്കൻസ്. ലൈക്കൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു സിംബയോട്ടിക് അസോസിയേഷൻ. ആൽഗയും ഫംഗസും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ലൈക്കൻസ്. അത് പൊള്യൂഷൻ ഉള്ള ഭാഗത്ത് അത് വളരില്ല. ദേ ഡു നോട്ട് ഗ്രോ ഇൻ പൊള്യൂട്ടഡ് ഏരിയാസ്. അങ്ങനെ എവിടെയാണോ ലൈക്കൻ ഇല്ലാത്തത് അതിനർത്ഥം അവിടെ പൊള്യൂഷൻ ഉണ്ടെന്നാണ്. ലൈക്കൻ ഉണ്ടെങ്കിൽ അവിടെ പൊള്യൂഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആൻസർ ലൈക്കൻ ആണ്. പിന്നെ പ്രയോൺസ്. പ്രയോൺസ് എന്ന് പറയുന്നത് ഒരു നോൺ സെല്ലുലാർ ഫോമാണ്. വെറും പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. പ്രയോൺസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് പ്രോട്ടീൻ പാർട്ടിക്കിൾസ് ആണ്. അതായത് മാഡ് കൗ ഡിസീസ് കോസ് ചെയ്യുന്നത് പ്രയോൺസ് ആണ്.
അതുപോലെ വയറോട് നേരത്തെ പറഞ്ഞു ഇൻഫെക്ഷ്യസ് RNA പാർട്ടിക്കിൾ ആണ്. പിന്നെ ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സാഗോ ബാക്ടീരിയ. ഇതാണ് ഫസ്റ്റ് ഓക്സിജനിക് ഫോട്ടോ ഓട്ടോട്രോപ്സ്. അത് എർത്തിന് ആദ്യമായിട്ട് ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് ബ്ലൂ ഗ്രീൻ ആൽഗെ വഴിയാണ്. അതുമാണ് ഫസ്റ്റ് ഓക്സിജനിക് ഫോട്ടോ ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. ആൻസർ ലൈക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not true about mycoplasma? മൈക്രോപ്ലാസ്മയെ കുറിച്ച് പറയുന്നതിൽ താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് ശരിയല്ലാത്തത്? സ്മോളസ്റ്റ് ലിവിംഗ് സെൽ, ലാക്ക് ഓഫ് സെൽ വാൾ, കനോട്ട് സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ, പാത്തോജനിക്. അതായത് മൈക്രോപ്ലാസ്മ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ലിവിംഗ് സെല്ലാണ്. ഏറ്റവും വലിയ സെൽ നിങ്ങൾക്കറിയാം ഏതാണ്? എഗ് ഓഫ് ഓസ്ട്രിച്ച്. ഇത് ഏറ്റവും ചെറിയ സെല്ലാണ് മൈക്രോപ്ലാസ്മ. അപ്പൊ അത് കറക്റ്റ് ആണ്. സെൽ വാളില്ല. സെൽ വാൾലെസ് എന്താണ്? മൊണീറ എന്നാല് സെൽ വാൾലെസ് മൊണീറൻസ് എന്നാണ് മൈക്രോപ്ലാസ്മയെ വിളിക്കുന്നത്. അപ്പോ അതും അതല്ല. അടുത്ത പാത്തോജൻ ഡിസീസ് കോസ് ചെയ്യുന്നു. അപ്പൊ ആൻസർ കനോട്ട് സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ദാറ്റ് മീൻസ് ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെയും അതിന് സർവൈവ് ചെയ്യാമോ? അപ്പൊ ആൻസർ എന്താണ് തെറ്റായിട്ടുള്ളത്? അതായത് മൈക്രോപ്ലാസ്മയുമായിട്ട് നോക്കുമ്പോൾ അതിൽ വരാത്തത് കനോട്ട് സർവൈവ് without oxygen. That means can survive without oxygen. Next question. Which of the following is a free living form? Options: Trypanosoma, Endoamoeba, Plasmodium, Paramecium. 4 protozoans ആണ്. അതായത് യൂണിസെല്ലുലാർ ആനിമൽസ് ആണ്. ട്രിപ്പനോസോമ അത് കോസ് ചെയ്യുന്ന ഡിസീസ് അറിയാം, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്. അപ്പൊ സ്ലീപ്പിംഗ് സിക്നസ് എന്ന ഡിസീസ് ഹ്യൂമൻ ബീങ്സിന് കോസ് ചെയ്യുന്നു. അതിനർത്ഥം അത് പാരസൈറ്റ് ആണ്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക അത് അമീബിക് ഡിസെൻട്രി കോസ് ചെയ്യും. അതിനർത്ഥം അതും പാരസൈറ്റ് ആണ്. പ്ലാസ്മോഡിയം വൈവാക്സ് മലേറിയ കോസ് ചെയ്യും. അതിനർത്ഥം അതും പാരസൈറ്റ് ആണ്. അപ്പോൾ ഫ്രീ ലിവിംഗ് ആയിട്ട് വരുന്നത് പാരമീസിയം. ഇത് സീലിയേറ്റ് പ്രോട്ടോസോമലിലെ സീലിയേറ്റ് എന്ന ഗ്രൂപ്പിനകത്താണ് പാരമീസിയം വരുന്നത്. ട്രിപ്പനോസോമ വരുന്നത് ഫ്ലജല്ലേറ്റ് എന്ന ഗ്രൂപ്പിനകത്ത്. എൻഡമീബ വരുന്നത് അമീബോയിഡ് എന്ന ഗ്രൂപ്പിനകത്ത്. പ്ലാസ്മോഡിയം വരുന്നത് സ്പോറോസോവൻസ് എന്ന ഗ്രൂപ്പിനകത്ത്. ആൻസർ പാരമീസിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻസ്. ആൻസർ ഡയാറ്റംസ് ആണ്. ഈ ഡെസ്മിഡ്സും ഡയാറ്റംസും വരുന്ന ഒരു ഗ്രൂപ്പിനകത്താണ്. ക്രൈസോഫൈറ്റ്സ് എന്ന ഒരു ഗ്രൂപ്പിനകത്താണ് ഡെസ്മിഡ്സും ഡയാറ്റംസും വരുന്നത്. അതിൽ ഡയാറ്റംസ് രണ്ട് പീസാണ്. ഒരു സോപ്പ് പെട്ടി പോലെയാണ് ഈ സാധാരണ ഈ ഡയാറ്റംസ് ഇങ്ങനെ കാണുന്നത്. അത്ര മൈക്രോസ്കോപ്പിക് ആണ്. അതായത് ടോട്ടൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന്റെ ഏകദേശം 20 to 25% കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് ഡയാറ്റംസ് ആണ്. അതായത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി 20-25 എന്ന് പറയുമ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുന്നു, ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സാണ്. അതിന്റെ 20 to 25% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡയാറ്റംസ്. പിന്നെ ബ്ലൂ ഗ്രീൻ ആൽഗെ അറിയാം, ഡൈനോഫ്ലജേഴ്സ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഡെസ്മിഡ്സും ഡയാറ്റംസും ഒരു ഗ്രൂപ്പിനകത്ത്. അത് പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ക്രൈസോഫൈറ്റ്സിലെ 2 മെമ്പേഴ്സ് ആണ് ഡെസ്മിഡ്സും ഡയാറ്റംസും. ഈ ഡെസ്മിഡ്സ് എന്ന് പറയുമ്പോൾ ഗോൾഡൻ ആൽഗയാണ്. ഗോൾഡൻ ആൽഗയാണ് ഡെസ്മിഡ്സ്. ഡയാറ്റംസ് ഗോൾഡൻ ബ്രൗൺ ആൽഗ. ആൻസർ ഡയാറ്റംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സീനോസിറ്റിക് ആൻഡ് അസെപ്റ്റിക് മൈസീലിയം ഈസ് ഫൗണ്ട്. ഈ സീനോസിറ്റിക് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് മൾട്ടി ന്യൂക്ലിയേറ്റ് എന്നാണ്. അതായത് നമ്മുടെ ഫഞ്ചയുടെ ഫിലമെന്റിന് പറയുന്ന പേരാണ് ഹൈഫേ. അതായത് അതിന് ഇതിനിടയിൽ ക്രോസ് വാൾസ് ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ന്യൂക്ലിയർ. അത് മൾട്ടി ന്യൂക്ലിയർ കണ്ടീഷനാണ്. ഈ മൾട്ടി ന്യൂക്ലിയർ ക്രോസ് വാളിൽ സോ എസെപ്റ്റിക്. അപ്പോൾ സീനോസിറ്റിക് മീൻസ് മൾട്ടി ന്യൂക്ലിയർ, ക്രോസ് വാളിൽ സോ എസെപ്റ്റിക്. ഈ മൈസീലിയം എന്ന് പറയുമ്പോൾ ഈ ഹൈഫേ ചേർന്നിട്ട് വരുന്ന ആ ഫംഗൽ ബോഡിക്കാണ് മൈസീലിയം എന്ന് പറയുന്നത്. മൈസീലിയത്തിന്റെ യൂണിറ്റ്സ് ആണ് ഹൈഫേ. ഇത് കാണുന്നത് ഫൈക്കോമൈസീൽസിലാണ്. അപ്പോൾ ഫൈക്കോമൈസീൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ സീനോസിറ്റിക് കണ്ടീഷൻ ആണ്. സീനോസിറ്റിക് ആൻഡ് എസെപ്റ്റിക് കണ്ടീഷൻ ഫൈക്കോമൈസീൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ. അതിലെ മെമ്പറാണ് ആൽബുകോം. അപ്പൊ ആൻസർ
ആൽബുകോയാണ്. ഈ സീനോസിറ്റിക് ആൻഡ് എസെപ്റ്റിക് മൈസീലിയം കാണുന്നത് ആൽബുകോയിലാണ്. അതുപോലെ അസ്കോമൈസീസിലാകുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ അസ്കോ കാർബൺ ഫ്രൂട്ടിംഗ് ബോഡി. ബെസിഡിയോമൈസീസ് എടുക്കുമ്പോൾ ബെസിഡിയോ കാർബൺ. ഡ്യൂട്രോമൈസീസ് എന്ന് പറയുമ്പോൾ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ അൺനോൺ, ആബ്സെന്റ് എന്ന് പറയില്ല, അൺനോൺ. ഇതാണ് ആ 4 ക്ലാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ. അപ്പോൾ സീനോസിറ്റിക് കണ്ടീഷൻ ആൽബുകോ. നെക്സ്റ്റ്, asexual spores are generally absent in. asexual spores ഇല്ലാത്ത ഫംഗൽ ക്ലാസ് അത് ബെസിഡിയോമൈസീസിലാണ്. asexual spores സാധാരണ ആബ്സെന്റ് ആയിരിക്കും. ഡ്യൂട്രോമൈസീസിലാണെങ്കിൽ സെക്ഷൽ സ്പോർസ് ഇല്ല, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അൺനോൺ ആണ്, എപ്പോഴും കണ്ടുപിടിക്കാം, പക്ഷെ നോ ആബ്സെന്റ് ആണ് ഡ്യൂട്രോമൈസീസ്. അപ്പോ asexual spores ഇല്ലാത്തത് ബെസിഡിയോമൈസീസ്. ഫൈക്കോമൈസീസിലാണെങ്കിൽ സൂസ്പോസ്, അപ്ലാനോസ്പോസ് എല്ലാം asexual spores ആണ്. അസ്കോമൈസീസിലാണെങ്കിൽ കൊണീഡിയോസ്പോർ, അത് asexual spore ആണ്. അപ്പോൾ നോർമലി ആബ്സെന്റ് ബെസിഡിയോമൈസീസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not considered as an important step in the sexual cycle of fungi? അപ്പോൾ സെക്ഷൽ സൈക്കിൾ ഓഫ് ഫംഗിയിൽ വരുന്ന 3 പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ പ്ലാസ്മോഗെമി എന്ന് പറയും. പ്ലാസ്മോഗെമി എന്ന് പറയുമ്പോൾ 2 ഗ്യാമീറ്റ്സുകളുടെ പ്രോട്ടോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യും. അപ്പൊ ഇതൊരു ഗ്യാമീറ്റാണ്, ഇത് വേറൊന്നാണ്. അപ്പൊ അതിന്റെ പ്രോട്ടോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യും. ഇതാണ് പ്ലാസ്മോഗെമി എന്ന് പറയുന്നത്. സെക്കൻഡ്, ഇതിന് 2 ന്യൂക്ലിയൻ ഫ്യൂസ് ചെയ്യണം. ന്യൂക്ലിയർ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കാരിയോഗെമി. ഇപ്പൊ 2 കൂടെ ഇങ്ങനെ ഫ്യൂസ് ചെയ്യും. അപ്പൊ ഇത് ഡിപ്ലോയിഡ് സ്ട്രക്ചറാണ്. ഇത് നമുക്ക് എൻപ്ലസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പ്ലാസ്മോഗെമി. ഇവിടെ ന്യൂക്ലിയർ ഫ്യൂസ് ചെയ്ത പ്രോട്ടോപ്ലാസം മാത്രമേ ഫ്യൂസ് ചെയ്യൂ. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് ഫോളോ ചെയ്ത് കാരിയോഗെമി. കാരിയോഗെമി എന്ന് പറയുമ്പോൾ പ്രോട്ടോപ്ലാസം ഒന്നാകുന്നു, ഒപ്പം തന്നെ ന്യൂക്ലിയർ ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ആക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിയോസിസ്. ഇത് മിയോസിസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിവിഷൻ നടക്കും. അപ്പോൾ ഇതിനകത്ത് 4 സ്പോർസ് ഇങ്ങനെ ഉണ്ടാകും. ഇത് എന്തായിട്ട് 4 സ്പോർസ് ആയിട്ട് ഇങ്ങനെ മാറും. ഇതിന് നമുക്ക് അസ്കോസ്പോർ എന്നോ ബെസിഡിയോസ്പോർ എന്നൊക്കെ വിളിക്കാം. സെക്ഷൽ സ്പോർ ഇങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനകത്ത് വരാത്തത് ഏതാണ്? കാരിയോകൈനസിസ്. അപ്പൊ കാരിയോകൈനസിസ് നിങ്ങൾക്കറിയാം സെൽ ഡിവിഷനിലെ ഒരു പ്രധാനപ്പെട്ട പ്രോസസ് ആണ്. അതായത് ന്യൂക്ലിയർ ഡിവിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാരിയോകൈനസിസ് എന്നും. അതിനെ ഫോളോ ചെയ്ത് വരുന്ന സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷനെ വിളിക്കുന്ന പേര് സൈറ്റോകൈനസിസ്. അപ്പോൾ കാരിയോകൈനസിസ് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ്. അപ്പൊ സെൽ ഡിവിഷൻ ആകാം. പക്ഷെ ഈ സെക്ഷൽ സൈക്കിൾ വരുന്ന ഈവൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഫംഗിയിൽ പ്ലാസ്മോഗെമി, കാരിയോഗെമി, മിയോസിസ്. ആൻസർ കാരിയോകൈനസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി ഓഡ് വൺ. 4 ഓപ്ഷൻ: സ്പൈറലം, വിബ്രിയോൺ, ബാസിലസ്, ഡൈക്കേരിയോൺ. അപ്പൊ നമുക്കറിയാം സ്പൈറലം എന്ന് പറയുന്നത് വിബ്രിയോൺ, ബാസിലസ് ഇതെല്ലാം തന്നെ ബാക്ടീരിയയുടെ പല ഷേപ്സ് ആണ്, പല ഫോംസ് ആണ്. അതായത് സ്പൈറൽ ഫോമിനെയാണ് സ്പൈറൽ എന്ന് വിളിക്കും. വിബ്രിയോൺ കോമാലൈക്കിനെയാണ് വിബ്രിയോൺ എന്ന് വിളിക്കുന്നത്. റോഡ് ഷേപ്പ് ബാസിലസ് എന്ന് പറയും. ഇനി ഒരു ഷേപ്പ് കൂടെ ഉണ്ട്, കോക്കസ്, സ്പെറിക്കൽ ആയിട്ടുള്ളതിനെയാണ് കോക്കസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന് പകരമാണ് ഇവിടെ ഡൈക്കേരിയോൺ എന്ന് കൊടുത്തിരിക്കുന്നത്. ഡൈക്കേരിയോൺ മീൻസ് N+N കണ്ടീഷൻ. അതായത് പ്ലാസ്മോഗെമി കഴിഞ്ഞിട്ട് ഉടനെ കാരിയോഗെമി വരണം. പക്ഷെ കുറച്ചൊരു ഇന്റർവീനിങ് സ്പേസ് വരും, ഒരു ഗ്യാപ്പ് വരും. അവിടെ കാരിയോഗെമി ഒരുമിച്ച് നടക്കില്ല. അതേ പ്ലാസ്മോഗെമി കഴിഞ്ഞ ഉടനെ കാരിയോഗെമി നടക്കും. അപ്പൊ അവിടെ ഈ 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ കാണും. അതിനെയാണ് നമ്മൾ ഡൈക്കേരിയോൺ എന്ന് പറയുന്നത്. ഇത് അസ്കോമൈസീസ് അതുപോലെ തന്നെ ബെസിഡിയോമൈസി ഗ്രൂപ്പിന്റെ ഒരു കോമൺ ഫീച്ചർ ആണ് ഡൈക്കേരിയോട്ടിക് കണ്ടീഷൻ. അപ്പോൾ ആൻസർ സി, ഡൈക്കേരിയോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not related with the slime molds? സ്ലൈം മോഡ് എന്ന് പറയുമ്പോൾ അറിയാം, ഒരു പ്രിമിറ്റീവ് ഫംഗിക്കാണ് നമ്മൾ സ്ലൈം മോഡ് എന്ന് വിളിക്കുന്നത്. ഇത് കിങ്ഡം പ്രൊട്ടിസ്റ്റയ്ക്കകത്ത് വരുന്നതാണ്. അത് സാപ്രോഫൈറ്റിക് ആണ്. സ്ലൈം മോഡ് എല്ലാം തന്നെ സാപ്രോഫൈറ്റിക് ആണ്. അതിന്റെ അഗ്രിഗേഷൻ ആ സെൽസ് യൂണിസെല്ലാർ ബോഡിയാണ്, പ്രോട്ടിസ്റ്റ് ആണെന്ന് പറയാം. അപ്പൊ യൂണിസെല്ലാർ ബോഡിയാണ്. അതിന്റെ അഗ്രിഗേഷൻ പറയുന്ന പേരാണ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ജീനസ് ഉണ്ട്, ഇതല്ല ബോഡിക്ക് പറയുന്ന പേരാണ്. അതായത് ഫേവറബിൾ കണ്ടീഷനില് സൈമോഡ്സിന്റെ സെൽസുകൾ ഒരുമിച്ച് ചേരും, അതായത് അഗ്രിഗേറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ബോഡിക്കാണ് പ്ലാസ്മോഡിയം എന്ന് വിളിക്കുന്നത്.
പിന്നെ ഫുഡ് എൻഗൾഫ് ചെയ്യും. നമ്മൾ അമീബയിൽ ഫുഡിന്റെ പ്രോസസ് പഠിച്ചിട്ടുണ്ട്, ന്യൂട്രീഷൻ പഠിച്ചിട്ടുണ്ട്, അത് എൻഗൾഫിംഗ് ആണ്. അതേപോലെ ഇവിടെയും സൈമോഡ്സിൽ ഫുഡ് എന്ത് ചെയ്യുന്നു, എൻഗൾഫ് ചെയ്യുന്നുണ്ട്. അതിന്റെ സെൽ അഗ്രിഗേഷൻ പറയുന്ന പേരാണ് പ്ലാസ്മോഡിയം സാപ്രോഫിറ്റിക് ആണ്. അടുത്ത ലാസ്റ്റ് വേർഡാണ് മിക്സോട്രോഫി. മിക്സോട്രോഫിക് എന്ന് പറയുന്ന വേർഡ് വരുന്നത് യൂഗ്ലീനയിലാണ്. യൂഗ്ലീന ലൈറ്റ് ഉണ്ടെങ്കിൽ, സൺലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഫോട്ടോസിന്തറ്റിക് ആണ്. അതേസമയം ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ് അത് ഒരു പ്രെഡേറ്റർ ആയിട്ട് മാറും. അപ്പോ ഫോട്ടോസിന്തറ്റിക്കുമാണ്, പ്രെഡേറ്ററുമാണ്. ദാറ്റ് മീൻസ് ഓട്ടോട്രോഫുമാണ്, ഒരേ സമയം ഹെട്രോട്രോഫുമാണ്. ലൈറ്റ് ഉണ്ടെങ്കിൽ ഓട്ടോട്രോഫ്, ഇല്ലെങ്കിൽ ഹെട്രോട്രോഫ്. അതുകൊണ്ടാണ് മിക്സോട്രോഫിക് എന്ന് പറയുന്നത്. അപ്പോ സൈമോഡുമായിട്ട് റിലേറ്റ് ചെയ്ത വരാത്ത വേർഡ് എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത് മിക്സോട്രോഫിക് ആണ്. ഈ മിക്സോട്രോഫിക് യൂഗ്ലീനിലാണ് കാണുന്നത്. ഓക്കെ, which of the following is a mismatched pair? Options: red tide, goniolax, sleeping sickness, trypanosoma, potato spindle tuber disease, pyrroids, rust fungus pustula. ഇതെല്ലാം നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഈ സി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പൈറോയിഡിനെ കുറിച്ച് പറഞ്ഞു, ഒരു ഇൻഫെക്ഷ്യസ് RNA ആണെന്ന് പറഞ്ഞു. അത് കണ്ടുപിടിച്ചത് ടീവോ ഡയനർ 1971 ഈ വൈറോയിഡ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ട്രിപ്പനോസോമയുടെ കേസും പറഞ്ഞു. റെഡ് ടൈഡ് കോസ് ചെയ്യുന്ന ഗോണിയോലാക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആൻസർ റസ്റ്റ് ഫംഗസ് അസ്റ്റിലോകം. ഇതാ, അതായത് അസ്റ്റിലോകം എന്ന് പറയുമ്പോൾ അത് സ്മട്ട് ഫംഗസ് ആണ്. SMQT, സ്മട്ട് ഫംഗസ് ആണ്. ഈ റസ്റ്റ് ഫംഗസ് എന്ന് പറയുന്നത് പക്സീനയ്ക്കാണ് റസ്റ്റ് ഫംഗസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആൻസർ ഡി ഓപ്ഷൻ ആണ്. Which of the following is not a feature of Euglena? അപ്പോ യൂഗ്ലീന വരുന്നത് യൂഗ്ലീനോയിഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. യൂഗ്ലീനോയിഡ് വരുന്നത് പ്രൊട്ടിസ്റ്റ എന്ന കിങ്ഡത്തിലാണ്. അപ്പോൾ യൂഗ്ലീനോയുടെ പ്രത്യേകത അതിന്റെ പ്ലാന്റ് ലൈക്ക് ഫീച്ചറും ഉണ്ട്, ആനിമൽ ലൈക്ക് ഫീച്ചറും ഉണ്ട്. പ്ലാന്റ് ലൈക്ക് ഫീച്ചർ എന്താണ്? പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ആണ്. ആനിമൽ ലൈക്ക് ഫീച്ചർ ആബ്സെൻസ് ഓഫ് സെൽ വാൾ. അപ്പൊ ഇവിടെ നോക്കാം. ഒന്നാമത്തത് പ്രസൻസ് ഓഫ് പെലിക്കിൾ. ഈ സെൽ വാൾ ഇല്ലാത്തത് കൊണ്ട് അതിന് പകരം കാണുന്ന ഒരു പ്രോട്ടീൻ ലെയറിനെയാണ് പെലിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ യൂഗ്ലീനിൽ പെലിക്കിൾ ഉണ്ട്. പെലിക്കിൾ മീൻസ് ഒരു പ്രോട്ടീനേറ്റസ് ലെയർ. Then presence of chlorophyll A and B. Okay, behave like heterotroph, has one flagella. Behave like heterotroph. നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞായിരുന്നു, അത് പ്ലാന്റ് ലൈക്ക് ഫീച്ചറും കാണിക്കും, ആനിമൽ ലൈക്ക് ഫീച്ചറും കാണിക്കും, ഒപ്പം ഓട്ടോട്രോഫിക് നേച്ചറും കാണിക്കുന്നുണ്ട്, ഹെട്രോട്രോഫിക് നേച്ചറും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മിക്സോട്രോഫ് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ ഹെട്രോട്രോഫും യൂഗ്ലീനിൽ വരുന്നതാണ്. ഹാസ് വൺ ഫ്ലജല്ല. നമുക്ക് യൂഗ്ലീനേറ്റ് 2 ഫ്ലജല്ല, പക്ഷെ പുറത്തോട്ട് വരുന്നത് ഒരു ഫ്ലജല്ലമാണ്. പക്ഷെ ആക്ച്വലി യൂഗ്ലീനയ്ക്ക് 2 ഫ്ലജല്ലയുണ്ട്. അപ്പൊ ആൻസർ ഹാസ് 1 ഫ്ലജല്ല. 1 ഫ്ലജല്ലമല്ല, 2 ഫ്ലജല്ല, 1 long, 1 short. Last question. Peptidoglycan is not a cell wall component of. നമുക്കറിയാം സെൽ വാൾ കാണുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്. പ്ലാന്റ്സിലാണെങ്കിൽ സെല്ലുലോസ്, ഫഞ്ചയിലാണെങ്കിൽ കൈറ്റിൻ. കൈറ്റിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊരു നൈട്രോജീനസ് പോളിസാക്കറൈഡ് ആണ് കൈറ്റിൻ. അപ്പൊ ഫംഗൽ സെൽ വാളിലെല്ലാം കൈറ്റിൻ കാണുന്നുണ്ട്. എല്ലാ പ്ലാന്റ്സിലും സെല്ലോസ് ആണ് മെയിൻ കമ്പോണന്റ്. പക്ഷെ പ്രോകാരിയോട്ടിക് ഫോമായ ബാക്ടീരിയയിലും അതുപോലെ തന്നെ സയാനോ ബാക്ടീരിയയിലും കാണുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ്. മെയിൻ കമ്പോണന്റ് പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ്. ഇത് കോംപ്ലക്സ് മെറ്റീരിയൽ ആണ്. ഇത് N അസറ്റൈൽ ഗ്ലൂക്കോസമൈനും N അസറ്റൈൽ മുറാമിക് ആസിഡ് പ്ലസ് ഷോർട്ട് പെപ്റ്റൈഡ്സ്. അപ്പൊ ഷുഗറും അമിനോ ആസിഡ്സും ചേർന്ന ഒരു കോമ്പിനേഷൻ ആണ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ കാണാത്തത് ഏതാണ്? നേരത്തെ പറഞ്ഞു യു ബാക്ടീരിയയിലുണ്ട്, സയാനോ ബാക്ടീരിയയിലുണ്ട്. ആർക്കി ബാക്ടീരിയ മൊണേറിയൽ മെമ്പറാണ്, അതിന് സെൽ വാൾ ഉണ്ട്. പക്ഷെ അവിടെ ഏത് കാണുന്നില്ല? പെപ്റ്റിഡോഗ്ലൈക്കൻ കാണുന്നില്ല. അപ്പൊ ആൻസർ ആർക്കി ബാക്ടീരിയ. അപ്പോ നമ്മൾ ഇന്ന് ഈ 40 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് 2 ചാപ്റ്ററിലായിട്ട്. അത് ലിവിംഗ് വേൾഡ്, അതുപോലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇത് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അറിയാം, ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസ് ലിവിംഗ് വേൾഡ്, ബാക്കി വരുന്ന 25 ക്വസ്റ്റ്യൻസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ പോലും ടെക്സ്റ്റ് ബുക്കിന്റെ പുറത്തു നിന്നുള്ളതല്ല. അതുപോലെ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നതാണ് ആ NCERT ബേസ്ഡ് ആയിട്ട് തന്നെയാണ്.
അപ്പൊ ചില പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും ചാപ്റ്ററുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതായിരിക്കും. കാരണം നീറ്റ് പരീക്ഷയ്ക്ക് NCERT ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മാക്സിമം തറവായിട്ട് അത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബയോളജി ഏറ്റവും നന്നായിട്ട് നമ്മളത് പെർഫോം ചെയ്യാൻ പറ്റിയ അതിന്റെ ടൈം കൂടെ നമുക്ക് മറ്റു സബ്ജക്റ്റിലോട്ട് നമുക്കത് വിനിയോഗിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് NCERT ബുക്ക് വളരെ ഭംഗിയായിട്ട് ഒത്തിരി പ്രാവശ്യം അത് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ആ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഇതുപോലെ പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫസ്റ്റ് ചാൻസ് തന്നെ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു മാർക്ക് നമുക്ക് ഈ NCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതിലൂടെ തന്നെ നേടിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ എക്സ്പീരിയൻസ്.